ഹലോ, ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ്ങാണ് കാണിക്കുന്നത്. അതിന് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുള്ളത്. ഇതില്ലാത്തവർ ഇതേ വലിപ്പത്തിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ടെടുത്താലും മതി. ആദ്യം നമുക്ക് ഈ സ്റ്റിക്സൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്തിട്ടെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ബേസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വെച്ച് നോക്കാം. എന്നിട്ട് അതിന് ശേഷം സ്റ്റിക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എല്ലാ സ്റ്റിക്സും ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ മുകളിലും പിന്നെ നമ്മൾ സൈഡിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഫെവി ബോണ്ടാണ്. നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഏത് ടൈപ്പ് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം. ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ക്രോസ് ആയിട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതുപോലത്തെ ന്യൂസ് പേപ്പറിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു റൗണ്ട് ഷേപ്പിൽ ചുരുട്ടിയെടുക്കാം. അത്ര നീറ്റ് ആവുമൊന്നും വേണ്ട. ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെക്യൂർ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ്, എത്ര ഫ്ലവേഴ്സ് വേണോ, ഇതാണ് നമ്മൾ ഫ്ലവറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയും നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്കിത് ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേസിലേക്ക് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിങ്ക് ഷെയ്ഡും അതുപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി ആക്കി എടുക്കുന്നുണ്ട്. അത് ഞാൻ യെല്ലോവും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിനൊക്കെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതിന് ലീവ്സ് വേണമല്ലോ. അപ്പോൾ ലീവ്സിന് നമ്മൾ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. ഇതേ ന്യൂസ് പേപ്പറിൻ്റെ പീസസ് തന്നെ ലീവ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുത്താലും മതി. എന്നിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡും കൂടെ കൊടുത്തെടുക്കാം. അപ്പോൾ ലീവ്സിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാരറ്റ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ ഷെയ്ഡ് എടുക്കാം. ഏതെന്നെ വേണമെന്നില്ല, ഏത് ഗ്രീൻ ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ബ്രൗൺ ആയാലും യെല്ലോ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ലീവ്സ് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. 2 കോട്ട് വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക. സിംഗിൾ കോട്ടാണെങ്കിൽ അതായാലും മതി. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സിനും ഓരോ വേസ് വെച്ച് കൊടുക്കുക. അപ്പോൾ വേസിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മയോണൈസിൻ്റെ കണ്ടെയ്നറാണ്. ഞാനത് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ അടിയിലൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് സ്റ്റെമ്മ് പോലെ ചെയ്യാൻ വേണ്ടി ജൂട്ടിൻ്റെ ത്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം. നമുക്ക് ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക് മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോൾ അത് നമ്മൾ കാർഡ്ബോർഡ് പീസ് എടുത്താലും മതി. നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളിതിന് മുമ്പ് മയോണൈസിൻ്റെ കണ്ടെയ്നർ അതുപോലെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.